10 days Saturdays continuous vlog challenge day 8. അങ്ങനെ ഡേ 8 ആയിട്ടുണ്ട്. ഇനി ആകും വെറും 2 ദിവസമേ മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലെ നീറ്റ് പിന്നെ ഞാൻ പോയി കിടന്ന് പിന്നെ ബ്രഷൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ഒരു ഗ്ലാസ് ചായയും അതുപോലെ റസ്ക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കി അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ കേക്ക് ബാക്കി ഉണ്ടായപ്പോൾ അതും കൂടി കഴിച്ചു. രാവിലെ അങ്ങനത്തെ സാധനങ്ങളാണെന്ന് കഴിക്കുന്നത് എന്തിനുള്ള പുറപ്പാടാന്നാവും. പിന്നെ വെള്ളപ്പം നല്ല മസാലക്കറിയൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ പുറത്ത് പോകാണ്ടായിരുന്നു. ഫ്രഷായി പിന്നെ നേരെ പുറത്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, വർക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ എടുത്തു. നമ്മൾ അവിടെ നിന്ന് തന്നെ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തലേ ദിവസം കിട്ടിയ ഒരു ഹാമ്പർ വർക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു ഷോപ്പിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ചേച്ചി വിളിക്കാൻ വന്നു. ഇന്ന് തറവാട്ടിൽ നമ്മുടെ ജോ ബേബീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവളെ ചിരിയുണ്ടോ എന്താ മൊത്തമുള്ള ഒരു കെട. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ബർത്ത്ഡേ സെലിബ്രേറ്റൊക്കെ ചെയ്തു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരുന്നത്. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ. പിന്നെ കുട്ടിപ്പടകളെല്ലാവരും ആദ്യം ഇരുത്തി പിന്നെ നമ്മൾ അവസാനമാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇവളായിട്ട് പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞാൻ വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ തിങ്കളാഴ്ച ഇവിടെ നിന്നാണ് ഞാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട ബുക്കും യൂണിഫോമും സാമഗ്രികളും എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. കുറച്ച് മന്തി ബാക്കിയുണ്ടായിരുന്നു. ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് ഫുൾ തീറ്റി ഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ബസ് കയറി വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അമ്മേൻ്റെ വീട്ടിലെത്തി. അവിടെ എത്തിയിട്ട് പൊറാട്ടയും അതുപോലെ പത്തിരി എല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ നേരെ കുട്ടികളുടെ അടുത്ത് പോയി. അവിടെ പോയി കുറേ നേരം ഇരുന്നിട്ടോ. അവരെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, വരച്ചത് കാണിച്ചു തരാനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നേരെ നമ്മൾ കിടക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇതിലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.